ഹലോ ഫ്രണ്ട്സ്, പാനിപ്പൂരി എളുപ്പത്തിൽ വീട്ടിലെങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടാലോ. 2 വലിയ ഉരുളൻകിഴങ്ങ് എടുത്ത് അവിക്കാൻ വെക്കുക. അതിനുശേഷം അവിച്ചെടുത്തതിന് ശേഷം തൊലി കളഞ്ഞ് അതിനെ ഉടച്ചെടുക്കണം. അപ്പം നമുക്ക് വീട്ടിലത്തേക്ക് ആവശ്യമായിട്ട് 2 ആയിട്ടുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് 2 എടുത്ത് അവിച്ച് അതിനെ ഉടച്ചെടുത്തതിന് ശേഷം അതിലോട്ട് ക്യാരറ്റ്, സവാള, പച്ചമുളക്, പുതിനയില എന്നിവ നന്നായിട്ട് ചെറിയ രീതിയിൽ അരിഞ്ഞ് ഇതിലോട്ട് മിക്സ് ചെയ്യണം. ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങിനോട് മിക്സ് ചെയ്ത് എടുക്കുക. ശകലം ഉപ്പും ചേർത്ത് ഇളക്കുക. അതിനുശേഷം നമ്മുടെ പാനിപ്പൂരി ബോളിലോട്ട് ആവശ്യമായിട്ടുള്ള 2 സിറപ്പ് നമുക്ക് റെഡിയാക്കേണ്ടതുണ്ട്. അപ്പം അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ പുതിനയിലയും പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടി ചേർത്ത് അരച്ച് അതിനെ നല്ല രീതിയിൽ എടുക്കുക. വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. അതിലോട്ട് ജീരകവും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യുക. കുരുമുളക് പൊടി വേണമെങ്കിൽ നമുക്ക് ചേർത്താൽ മതി. ഇനി രണ്ടാമത്തെ മിശ്രിതം എന്ന് പറഞ്ഞാൽ പുളിയും ശർക്കരയും കൂടി വേവിച്ച് അതും ഇതുപോലെ തന്നെ അരച്ച് അതുപോലെ വെള്ളം ചേർത്ത് അതും ഇതുപോലെ എടുക്കുക. അതിലോട്ട് കുറച്ച് ജീരകവും മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. കാരണം ഇതൊരു ടേസ്റ്റിന് വ്യത്യാസം വരാൻ വേണ്ടിയിട്ടും പുളിയോടുകൂടി തന്നെ ഒരു എരിവ് ചെറുതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം രണ്ടും കൂടി ബൗളിലോട്ട് മാറ്റി വയ്ക്കുക. 2 മിശ്രിതങ്ങളും മാറ്റി വയ്ക്കുക. അതിനുശേഷം പാൻ ചൂടാക്കി എണ്ണ വീത്തി അതിലോട്ട് നമുക്ക് പാനിപ്പൂരിയുടെ ചിപ്സ് ഇട്ട് നല്ല രീതിയിൽ അതിനെ മൊരിച്ചെടുക്കാം. ഇപ്പം നല്ല രീതിയിലൊരു ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേക്ക് ബൗളിലോട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇത് കയ്യിലെടുത്തതിന് ശേഷം തള്ളവിരൽ കൊണ്ട് ചെറിയ രീതിയിലൊന്ന് സെൻറ്റർ നോക്കി പ്രസ് ചെയ്ത് ഒന്ന് സർക്കിളാക്കി എടുക്കുക. അപ്പോൾ നമ്മളെ വീട്ടിൽ ആവശ്യമായിട്ടുള്ള നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങിൻ്റെ കൂട്ടും അതുപോലെ തന്നെ 2 സിറപ്പും പിന്നെ മിച്ചറും പിന്നെ കടലയും അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ വീട്ടിൽ ഉണ്ടായിരുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അതിനുശേഷം ടൊമാറ്റോ സോസും ഒരു 3 ഡാലും കൂടെ ചേർത്തിട്ടാണ് പെട്ടെന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പം ഇത് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ചിപ്സാണ്. ഇപ്പം എല്ലായിടത്തും കിട്ടുന്നതാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന് അറിയാം, എങ്കിലും ഞാനിതിപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഞാൻ തന്നെ എന്നിട്ട് കഴിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. ആ പുളിയുടേതും അതുപോലെ തന്നെ പുതിനയുടെയും ടേസ്റ്റ് നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം പാനിപ്പൂരി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണം.